ഞാൻ ഡോക്ടർ രാമോഹൻ, ഓമല്ലൂർ വേദഗ്രാം ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത് ടെന്നീസ് എൽബോയെക്കുറിച്ചാണ്. ഈ ഭാഗത്ത് വേദന ഉണ്ടാകുന്ന, ഈ ഭാഗത്ത് ശക്തമായ വേദന ഉണ്ടാകുന്ന ഒരസുഖമാണ് ടെന്നീസ് എൽബോ എന്ന് പറയുന്നത്. ടെന്നീസ് കളിക്കാർക്ക് സാധാരണയായി ഉണ്ടാകുന്ന ഒരസുഖമായതുകൊണ്ടാണ് ഇതിനെ ടെന്നീസ് എൽബോ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ ടെന്നീസുകാരെക്കാളിൽ കൂടുതലായിട്ട് മറ്റ് ജോലികൾ ചെയ്യുന്നവരിൽ ഇത് സാധാരണ കാണാറുണ്ട്. പ്രത്യേകിച്ചും ആശാരിമാർ, പ്ലംബർമാർ, ബ്യൂട്ടീഷ്യൻസ്, പ്രത്യേകിച്ചും കൈകൊണ്ട് ജോലി ചെയ്യുന്ന ബ്യൂട്ടീഷ്യൻസ്, അതുപോലെ തന്നെ മെക്കാനിക്കൽ വർക്കേഴ്സ്, മുടി വെട്ടുന്നവർ, ഇവരൊക്കെ വളരെ സാധാരണമായിട്ട് ടെന്നീസ് എൽബോയുമായി വരാറുണ്ട്. അപ്പോൾ എന്താണ് ഇതിന് കാരണം, എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. പണ്ടൊക്കെ ടെന്നീസ് കളിക്കുന്നവർ സെലിബ്രിറ്റീസ് ആയിരുന്നു. അപ്പം അവർക്ക് ഈ കൈയുടെ വേദന ഉണ്ടായാൽ അവരുടെ ഒരു സീസൺ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ആ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സീസൺ പലപ്പോഴും അവരെ കളിക്കളത്തിൽ കാണാറില്ല. എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കുമ്പോൾ കൈയുടെ വേദനയാണെന്ന് പറയും. അങ്ങനെ വളരെ സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് ഇവരുടെ വേദന വളരെ ശ്രദ്ധിക്കപ്പെടുകയും അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടു വന്ന് ഇതുകൊണ്ടാണ് ഈ ഒരു അസുഖത്തിന് ടെന്നീസ് കളിക്കുന്നവർക്കുണ്ടാകുന്ന എൽബോയുടെ വേദന എന്നുള്ള അർത്ഥത്തിൽ ടെന്നീസ് എൽബോ എന്ന് പേര് വന്നത്. ഇതുണ്ടാകുന്നത് ഇവിടെ നമ്മുടെ ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ എന്ന് പറയുന്ന ഈ മുഴച്ചു നിൽക്കുന്ന അസ്ഥിയിലേക്ക് ഉണ്ടാകുന്ന ശക്തമായ വേദനയാണിത്. ഈ മുഴച്ചു നിൽക്കുന്ന അസ്ഥിയിൽ നമ്മുടെ കൈയുടെ ഇവിടെ നിന്നുള്ള പേശികളുടെ ടെൻഡൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ജോയിൻറ്റിന് ഒരു കവറിംഗ് ഉണ്ട്. ഇവിടെ മുതൽ ഇവിടെ വരെ നീളുന്ന ഒരു കവറിംഗും ഉണ്ട്. ഈ കവറിങ്ങിൽ നീര് വയ്ക്കുകയോ അങ്ങനെ അല്ലെങ്കിൽ ഇത് അറ്റാച്ച് ചെയ്യുന്ന ടെൻഡനുകൾക്ക് നീര് വയ്ക്കുകയോ ചെയ്യുമ്പോഴാണ് ടെന്നീസ് എൽബോ ഉണ്ടാകുന്നത്. ഇതിനുണ്ടാകുന്നതിന് ഒത്തിരിയേറെ കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് റിപ്പീറ്റഡ് സ്ട്രെയിൻ ഇഞ്ചറീസ് എന്ന് പറഞ്ഞിട്ട് ഒരേ ജോലി തന്നെ കൈകൊണ്ട് നിരന്തരമായി എന്തെങ്കിലും കൈ മുറുക്കി ചെയ്യുക, അല്ലെങ്കിൽ കൈ തിരിച്ച് ചെയ്യുക, അങ്ങനെ അല്ലെങ്കിൽ വല്ലാതെ രീതിയിൽ കൈ തിരിച്ചെടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിനകത്തിൽ ചെറിയ ഇഞ്ചുറി അല്ലെങ്കിൽ സ്പ്രെയിൻ ഉണ്ടായിട്ട് വേദന ഉണ്ടാകാം. അതുപോലെ തന്നെ റിപ്പീറ്റഡായിട്ട് നമ്മൾ ഈ മൂവ്മെൻറ്റ്സ്, ഒരേ തരം മൂവ്മെൻറ്റ്സ് റിപ്പീറ്റഡായിട്ട് ചെയ്യുമ്പോൾ റിപ്പീറ്റഡ് സ്ട്രെയിൻ ഇഞ്ചുറീസ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഒരേ കാര്യം ചെയ്യുമ്പോൾ അവിടെ സ്ട്രെയിൻ ഉണ്ടായിട്ട് അവിടെ നീര് വെച്ചിട്ട് വേദന ഉണ്ടാകാം. അപ്പം എങ്ങനെ വേദന ഉണ്ടായാലും ഈ കൈ, പ്രത്യേകിച്ചും വലത്തെ കൈയിലൊക്കെ വന്നു കഴിഞ്ഞാൽ, വലത്തെ കൈ വാക്കുള്ളവർക്ക് വലത്തെ കൈയിൽ വന്നു കഴിഞ്ഞാൽ കുറേ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു അസുഖമാണ് ടെന്നീസ് എൽബോ എന്ന് പറയുന്നത്. ആധുനിക വൈദ്യശാസ്ത്രത്തിലാണെങ്കിൽ ഇതിന് നമ്മൾ റെസ്റ്റ് എടുക്കുക, വിശ്രമം കൊടുക്കുക, അതേപോലെ തന്നെ എൽബോ ബാൻഡ് കെട്ടുക. എൽബോ ബാൻഡ് എന്ന് പറയുന്ന ഇതാണ് ഈ സാധനം നമ്മൾ കൈയുടെ മുൻവശത്ത് വലിച്ചു കെട്ടുക. വേദനാസംഹാരികൾ കൊണ്ട് മാറുന്നില്ലെങ്കിൽ നമ്മൾ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ, ഈ കൈയുടെ ഈ ഭാഗത്തേക്ക് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കുക. അതേപോലെ തന്നെ രക്തത്തിലെ സിറവും പ്ലേറ്റ്ലെറ്റുകളും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തെടുത്ത് അതുകൊണ്ട് ഇതിനകത്തേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുക മുതലായ ചികിത്സാക്രമങ്ങളാണ് ചെയ്തു വരുന്നത്. പക്ഷേ ഈ ചികിത്സാക്രമങ്ങളൊക്കെ ചെയ്താൽ പോലും പലപ്പോഴും ഇവിടെ വരുന്ന പേഷ്യൻസ്, നമുക്കറിയാം, ഇതൊക്കെ ചെയ്തിട്ട് വരുന്ന കുറേയേറെ പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ തന്നെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു അസുഖമാണ് ടെന്നീസ് എൽബോ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആയുർവേദത്തിൽ അതിന് എന്തൊക്കെ മൊഡാലിറ്റീസ് ഉണ്ട്, എന്തൊക്കെയാണ് ചികിത്സ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ആയുർവേദത്തിലാണെങ്കിൽ പ്രധാനമായിട്ട് ഇതിനെ ഈ ഡ്രൈനസ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന നീരിന് വാതികമെന്നും, അതേപോലെ തന്നെ അതിശക്തമായ വേദന ഉണ്ടാകുന്നതിന് പിത്താധികമെന്നും, അത് പിത്താധികമാകുമ്പോൾ നമുക്ക് അതിശക്തമായ വേദനയും തൊട്ട് നോക്കിയാൽ അതികഠിനമായ വേദന ഉണ്ടാകുന്ന വാദപിത്താധികമെന്നും, ദീർഘകാലം ചെറിയ വേദനയായിട്ട് നീണ്ടു നിൽക്കുന്ന വാദകഫാധികമെന്നും മൂന്നായിട്ട് തിരിച്ചാണ് ചികിത്സ സാധാരണ നിശ്ചയിക്കാറുള്ളത്. അതിനനുസരിച്ചുള്ള കഷായം, കുഴമ്പുകൾ മുതലായ പല മൊഡാലിറ്റീസും ഇതിന് എക്സ്റ്റേണൽ ആപ്ലിക്കേഷനായിട്ട്, ഇന്റേണൽ ആപ്ലിക്കേഷനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ ചെയ്താലും ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തൊക്കെ ചികിത്സ ചെയ്താലും വളരെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ശല്യം ചെയ്യുന്ന ഒരു അസുഖമാണ് ടെന്നീസ് എൽബോ എന്ന് പറയുന്നത്. ഒരു സാധാരണ ഒരു ടെന്നീസ് പ്ലെയർക്ക് മറ്റും ഇത് വന്നു കഴിഞ്ഞാൽ 6 മാസം അവരുടെ പ്രൊഫഷൻ പോക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേയേറെ മൊഡാലിറ്റീസ്, പാരാസർജിക്കൽ മൊഡാലിറ്റീസ് ഇതിനുവേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഒന്ന് വളരെ സാധാരണമായി വീട്ടിൽ ചെയ്യാവുന്നതും അതുപോലെ തന്നെ ആശുപത്രിയിൽ വന്ന് ചെയ്യാവുന്നതും ഒരു പ്രക്രിയയാണ് ധാരയിടുക എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് തരം ദോഷാവസ്ഥയാണ് പ്രിഡോമിനൻ്റ് എന്ന് നോക്കി നമ്മൾ കാരസ്കരം കൊണ്ട് ധാര ചെയ്യാറുണ്ട്, കുറുന്തോട്ടി കൊണ്ട് ധാര ചെയ്യാറുണ്ട്, ദശമൂലം കൊണ്ട് ധാര ചെയ്യാറുണ്ട്, ശതാവരി കൊണ്ട് ധാര ചെയ്യാറുണ്ട്. അതപ്പോൾ അത് ഏത് തരം ഡോമിനൻസ് ആണ് ഉള്ളതെന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സാധാരണ ചെയ്യുന്നത് പറയുന്നത് ഒരു 30 ഗ്രാം പൊടി എടുക്കുക. 30 ഗ്രാം പൊടി എടുത്തിട്ട് ഒരു 3 ലിറ്റർ വെള്ളം ഒഴിച്ച്, 3 ഇടങ്ങഴി വെള്ളം ഒഴിച്ച് അതിൽ തിളപ്പിക്കുക. നന്നായി തിളപ്പിച്ച് കഴിയുമ്പോൾ അതിലൊരു 200 ml പാലും കൂടി ഒഴിച്ചിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ ഈ ഭാഗത്തേക്ക് ഒരു അരമണിക്കൂർ നേരം തുടർച്ചയായി ധാര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു 1.5 അടി ഉയരത്തിൽ നിന്നും ഈ ടെന്നീസ് വേദനയുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ ധാര ചെയ്യുന്നത് വാതികമായിട്ടുള്ളതും വാദപിത്താധികമായിട്ടുള്ളതുമായ ടെന്നീസ് എൽബോകളിൽ വളരെയേറെ ഫലപ്രദമാണ്. ശരിക്കും 2-3 ദിവസം ധാര ചെയ്താൽ തന്നെ വളരെ ക്രോണിക്കായ വേദനകൾ പോലും മാറാറുണ്ട്. അത് ഒരു തരം മൊഡാലിറ്റിയാണ്. രണ്ടാമതൊരു തരം മൊഡാലിറ്റി നമ്മൾ പാരാസർജിക്കൽ മൊഡാലിറ്റി എന്ന് പറയുന്നത് ലീച്ചിടുക എന്നുള്ളതാണ്. ഇവിടെയും നമ്മളിപ്പം ഒരു പുകച്ചിലോടുകൂടി വേദന വരുന്ന ഒരവസ്ഥയിൽ ലീച്ചിട്ട്
ബ്ലഡ് കളയുകയും ചെയ്യും. നമുക്കറിയാമല്ലോ ലീച്ച് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ കാണാറുള്ള കണ്ണട്ട എന്ന് പറയുന്ന അത് ചെറുതായിട്ട് ഇവിടെ നമ്മൾ അധികം വേദനയുള്ളയും പുകച്ചിലുള്ള സ്ഥലത്ത് പിടിപ്പിച്ച് അതിൻ്റെ ബ്ലഡ് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡ് വലിച്ചെടുക്കുന്നതിന് സമ്യക് ലക്ഷണം ഉണ്ടാകുമ്പോൾ അതിനെ എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അതാണ് ലീച്ച് തെറാപ്പി എന്ന് പറയുന്നത്. മൂന്നാമതൊരു മെഡാലിറ്റി നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെ അഗ്നികർമ്മം ചെയ്യുക എന്നുള്ളതാണ്. അഗ്നികർമ്മം ചെയ്യുന്നത് വളരെ കഫാധികമായി കുറേ നാൾ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന വേദനകളിൽ നമ്മൾ വീണ്ടും നീര് വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നത് പറഞ്ഞാൽ ഒന്നുകിൽ അതിൻ്റെ ബേസ അല്ലെങ്കിൽ ആ ടെൻഡൻ നന്നായിട്ട് കല്ലിച്ചു പോകും. അപ്പോൾ നമ്മളൊരു തൊട്ട് നോക്കിയാൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, ആ കല്ലിപ്പ് ഫീൽ ചെയ്യാൻ പറ്റും. വേദന കുറേ കാലം അധികമായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ വരുന്ന കണ്ടീഷൻസിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രക്രിയയാണ് അതിന് അഗ്നികർമ്മം എന്ന് പറയുന്നത്. നമുക്കൊക്കെ ഒരു പഞ്ചലോഹ ശലാക നന്നായി ചൂടാക്കി നമ്മൾ ആ പോയിന്റ് ട്രേസ് ചെയ്ത് അവിടെ ഒരു ആൻറ്റിസെപ്റ്റിക് ലോഷൻ ആദ്യം പുരട്ടുക. അതിനുശേഷം കറ്റാർവാഴ പോലെയുള്ള കരിയാൻ ഓഗ്മെൻറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സാധനങ്ങൾ വേണ്ടി പുറകെ പുരട്ടിയിട്ട് പതിയെ ശലാക വെച്ച് കുത്തി ആ സ്ഥലങ്ങൾ നോക്കി കുത്തി അവിടെ ഒരു സൂപ്പർഫിഷ്യലായിട്ടാണ്, വളരെ ഒത്തിരി ഡീപ്പിൽ പോകില്ല, വളരെ സൂപ്പർഫിഷ്യലായിട്ട് ബേൺസ് ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടത്തേക്ക് രക്തമോട്ടം ധാരാളമായി കൂടുകയും ആ കല്ലിപ്പ് അലിഞ്ഞു പോവുകയും ചെയ്യും. ഏതാണ്ട് ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ കല്ലിപ്പ് അലിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നത്. വളരെ എഫക്റ്റീവായി ടെന്നീസ് എൽബോയിൽ ചെയ്യാവുന്ന പ്രക്രിയയാണ് അഗ്നികർമ്മം എന്ന് പറയുന്നത്. അതിനുശേഷം അതുകൊണ്ട് മാറാതെ വരുന്ന അവസ്ഥയിലും അതേപോലെ തന്നെ പലപ്പോഴും കൈയുടെ താഴേക്കും മേളിലേക്കുമുള്ള പേശികളിലേക്ക് ഇത് ഒരുമാതിരി സ്പാസം ഉണ്ടാക്കിക്കൊണ്ടുവരും. അപ്പോൾ ആ സ്പാസം ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ കൈ പതുക്കെ അനങ്ങിയാൽ പോലും ഈ ഭാഗത്തൊക്കെ പേശികൾക്ക് നല്ല വലിവുണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതായത് നമ്മൾ സ്പാസം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഇത്തരം അവസ്ഥയിൽ നമുക്കൊരു നീഡിലിംഗ് ടെക്നിക് എന്ന് പറയുന്ന അലാബു അല്ലെങ്കിൽ നമ്മൾ ഹിജാമ എന്ന് പറയുന്ന, അലാബു എന്നാണ് സംസ്കൃതത്തിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമുക്ക് ഹിജാമ എന്ന് പറയുന്ന ഒരു പ്രക്രിയ ചെയ്യുന്നത് ഈ സ്പാസം കുറയ്ക്കാനായിട്ട് വളരെയേറെ ഫലപ്രദമാണ്. ടെന്നീസ് എൽബോയിൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന വേദന നിൽക്കുകയും അത് കട്ടിപിടിക്കുകയും സന്ധി കട്ടിയായിട്ട് തോന്നുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉപനാഹം ചെയ്യാവുന്നതാണ്. ഉപനാഹം ചെയ്യാൻ ചിലതരം ചൂർണ്ണങ്ങൾ, മർമ്മലേപം, ജഡാമതി പോലെ ചില ചൂർണ്ണങ്ങൾ, കൊട്ടഞ്ചുകാതി പോലുള്ള ചൂർണ്ണങ്ങൾ, മർമ്മലേപം മുതലായവ, പാല്, തൈര്, വിന്നാഗിരി, ചിലപ്പോൾ അല്പം മാംസവും ചേർത്ത് ആ ദോഷാവസ്ഥയനുസരിച്ച് അത് ഒരു പാത്രത്തിൽ വെച്ച് ചൂടാക്കി കട്ടിയാക്കി ഇവിടെ വെച്ചിട്ട് ഒരില, അതിൻ്റെ മുകളിൽ ഒരില വെച്ച് ബാൻഡേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ധാരാളം ഔഷധങ്ങളും എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസും പാരാസർജിക്കൽ പ്രൊസീജിയേഴ്സും ടെന്നീസ് എൽബോയിൽ അവൈലബിൾ ആണ്. നല്ല പരിചയമുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കൊണ്ട് ഇതിൽ ഏത് മൊഡാലിറ്റിയാണ്, ഏതുതരം ഔഷധമാണ് വേണ്ടത്, ഏതുതരം എക്സ്റ്റേണൽ ആപ്ലിക്കേഷനാണ് വേണ്ടതെന്ന് തീരുമാനിച്ച് കൃത്യമായി ചികിത്സിച്ചാൽ ഏതാണ്ട് 2 ആഴ്ച കൊണ്ട് നന്നായി വ്യത്യാസം വരുന്ന ഒരു കണ്ടീഷനാണ് ടെന്നീസ് എൽബോ എന്ന് പറയുന്നത്. വേദഗ്രാം ഹോസ്പിറ്റലിനെ സംബന്ധിച്ചോളം ആവറേജ് ഒരു 3 പേഷ്യൻ്റെങ്കിലും ഒരു ദിവസം ടെന്നീസ് എൽബോയുമായിട്ട് ഇവിടെ വരാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു മാസം ഏതാണ്ട് 100-നടുത്ത് പേഷ്യൻ്റ് ഈ ടെന്നീസ് എൽബോയിൽ വന്ന് ഇവിടെ ചികിത്സിക്കുന്നുണ്ട്. ഇവർക്ക് ആർക്കും തന്നെ റിക്കറൻസ് ഉണ്ടായതായിട്ട് കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഈ പറയുന്ന എല്ലാ ചികിത്സാക്രമങ്ങളും ഇവിടെ അവൈലബിൾ ആണ് തന്നെ. നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ, ഒരു 2 ആഴ്ച ശ്രദ്ധിച്ചാൽ, 2 ആഴ്ച നമ്മൾ കൈ അധികം ഉപയോഗിക്കാതിരിക്കുക, കയ്യിൽ തണുപ്പടിക്കാതെ നോക്കുക, കൈ തലയ്ക്ക് വെച്ച് ഉറങ്ങാതിരിക്കുക, അതേപോലെ തന്നെ ഈ ഡ്രസ്സിങ് മറ്റും ഇൻഫെക്ഷൻ ഉണ്ടാകാതെ സൂക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ 2 ആഴ്ച കൊണ്ട് ഏതാണ്ട് പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു അസുഖമാണ് ടെന്നീസ് എൽബോ.